നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയർ വരെ നശിപ്പിക്കാനായിട്ട് സ്വന്തം അമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത വിധത്തിൽ ആ അമ്മയുടെ മുഖത്ത് മകനെന്ന നിലയിൽ തല ഉയർത്തി നോക്കാൻ പറ്റാത്ത നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച പല ശ്രമങ്ങളും നാളെയോടുകൂടി നശിക്കാൻ പോകുകയാണ് എന്ന് വ്യക്തമാകുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് നാളെ 16-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായി അനവധി തെളിവുകൾ ആവശ്യമാണ്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു തരത്തിലുമുള്ള തെളിവുകൾ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ തെളിവ് കണ്ടെത്താനുള്ള പരാക്രമണത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം. പാതിരാത്രിയിൽ ഹോട്ടൽ മുറിയിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയ പോലീസിന് ഇപ്പോൾ വിനയാകുന്നത് അതിജീവിതയുടെ അസാന്നിധ്യമാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിനെ കുടുക്കി ജയിലിലടച്ചെങ്കിലും കേസ് കോടതിയിലെത്തുമ്പോൾ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് അന്വേഷണ സംഘം. പരാതി നൽകിയ അതിജീവിത കാനഡയിലാണെന്നതും അറസ്റ്റ് കഴിഞ്ഞിട്ടും അവർ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാകാത്തതുമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം ഇപ്പോൾ പോലീസിന് തലവേദനയാവുകയാണ്. അതിജീവിത കാനഡയിൽ ഇരുന്നു കൊണ്ട് നൽകിയ ഇമെയിൽ പരാതിയുടെയും ഫോൺ മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് മൊഴി രേഖപ്പെടുത്തി അതിൽ അതിജീവിത നേരിട്ട് ഒപ്പുവെക്കേണ്ടതുണ്ട്. അറസ്റ്റ് നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരാതിക്കാരി വരാത്തതിനാൽ മൊഴിയിൽ ഒപ്പുവെക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് കോടതിയിൽ രാഹുലിന് അനുകൂലമാകുമെന്നും ചട്ടം ലംഘിച്ചുള്ള അറസ്റ്റ് എന്ന ആരോപണം ഉയരുമെന്നും പോലീസ് ഭയപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ നേരിട്ടെത്തി മൊഴി നൽകേണ്ട സാഹചര്യത്തിൽ അതിജീവിത വിദേശത്താണെന്നത് വലിയ തിരിച്ചടിയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്താനും രേഖകളിൽ ഒപ്പുവെക്കാനും അനുമതി തേടി പോലീസ് ഹൈക്കോടതിയെ സമീപിക്കും. ഇന്ത്യൻ എംബസി വഴിയോ വീഡിയോ കോൺഫറൻസ് വഴിയോ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുന്നത്. ഇതിന് ഹൈക്കോടതി അനുമതി നൽകിയില്ലെങ്കിൽ രാഹുലിന് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനുള്ള വഴിയൊരുങ്ങും. മറ്റ് 2 കേസുകളിൽ രാഹുലിന് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല സംരക്ഷണം ഉണ്ടായിരുന്നു. ഇത് മറികടക്കാനാണ് മൂന്നാമതൊരു പരാതിയിൽ പോലീസ് ധൃതി പിടിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പരാതിക്കാരി നാട്ടിലില്ലാത്ത സാഹചര്യത്തിൽ നടന്ന അറസ്റ്റ് നിയമപരമായി നിലനിൽക്കുകയില്ലെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത്. അറസ്റ്റിന് കാണിച്ച വേഗത അതിജീവിതയുടെ ഒപ്പ് വാങ്ങുന്നതിലോ നടപടിക്രമം പാലിക്കുന്നതിലോ കാണിക്കാത്തതാണ് പോലീസിനെ കുരുക്കുന്നത്. രാഹുലിനെതിരെ നേരത്തെ 2 കേസുകൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ 2 കേസുകളിലും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നൽകി. ഈ പ്രതിസന്ധി മറികടക്കാൻ പോലീസ് കണ്ടെത്തിയ വഴിയാണ് കാനഡയിലുള്ള യുവതിയുടെ ഇമെയിൽ പരാതി എന്ന വാദം ഉയരുന്നുണ്ട്. പരാതിക്കാരിയായ യുവതി വർഷങ്ങളായി കാനഡയിലാണ്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവർ നാട്ടിലെത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ മടങ്ങി വരാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചതായാണ് വിവരം. പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിയമപ്രകാരം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിൽ നേരിട്ട് ഒപ്പുവെക്കണം. ഡിജിറ്റൽ ഒപ്പുകൾ പലപ്പോഴും ഇത്തരം ക്രിമിനൽ കേസുകളിൽ വിചാരണ വേളയിൽ വെല്ലുവിളിയാക്കപ്പെട്ടിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് ഹാജരായി നൽകുന്ന രഹസ്യമൊഴി കേസിൽ അതിപ്രധാനമാണ്. പരാതിക്കാരി വിദേശത്തായതിനാൽ ഇത് അസാധ്യമായി തുടരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പരാതിക്കാരുടെ വിശദമായ മൊഴി നേരിട്ട് രേഖപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഫോൺ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നടന്ന അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിന് ഇത് ബലം നൽകുന്നു. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിട്ട് കാണുന്നതിന് അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ട പരാതിക്കാരി 2 മാസം മുമ്പ് നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ച KSU സംസ്ഥാന ഭാരവാഹിയും രാഹുലിന്റെ സുഹൃത്തുമായ ഫെന്നി നയനാൻ രംഗത്തു വന്നത് പരാതിക്ക് കൂടുതൽ ബലം കുറയുന്നു, രാഹുലിന് കൂടുതൽ പിന്തുണയേറാനും കാരണമാകുന്നു. 2025 ഒക്ടോബറിൽ ചാറ്റ് ചെയ്തതിന്റെ തെളിവുകളാണ് പുറത്തുവിട്ടത്. രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം തന്നോട് അവസരം ചോദിച്ചുവെന്ന് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പിൽ ഫെന്നി നയനാൻ പറയുന്നു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോരാ, സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ല എന്ന് അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറയുന്നു. ഫ്ളാറ്റിൽ അസൗകര്യം ആണെന്ന് പറഞ്ഞപ്പോൾ
എന്നാൽ ഒരു ഡ്രൈവ് പോകാമെന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട എന്നും അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ തന്നോട് പറഞ്ഞു എന്നും ഫെനി നൈനാൻ പറയുന്നു. വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് ഫെനി ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം പങ്കുവച്ചത്. ആ കേസിലെ അതിജീവിത തനിക്ക് പണം നൽകിയിട്ടുണ്ടെന്നും 5000 രൂപയാണ് നൽകിയതെന്നും ഫെനി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. പണം തന്നപ്പോൾ തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തി 50 കൂപ്പണുകളുടെ എണ്ണം കാണിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിരുന്നുവെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചു. ആ സ്ത്രീയെ രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്ന വിവരം അതിശയമായി തോന്നിയെന്നും കാരണം ഈ അതിജീവിത 2025 നവംബർ വരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ടെന്നും ഫെനി കുറിച്ചു. രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിനെ കുറിച്ചും കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും അതിനാലാണ് ചോദ്യം ചെയ്തിട്ടും തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ഫെനി കുറിച്ചിരുന്നു. രാഹുൽ MLAയുടെ വിഷയത്തിൽ എന്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു. ഒരു കാര്യത്തിന്റെ 2 വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്നെയും എന്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാമെന്ന് കരുതുന്നു. എന്നോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുൻപ് രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ല എന്നവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്നവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലൊരു ഡ്രൈവ് പോകണമെന്നും MLA ബോർഡ് വണ്ടിയിൽ വേണ്ട എന്നും അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ എന്നോട് പറഞ്ഞു. 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തെന്ന് അവർ പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവെക്കുന്നു. NB സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരി അതിജീവിതയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നു. കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലും സമാനമായ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഫെനി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഫെനി എന്ന വ്യക്തിയെങ്കിലും ഉണ്ടല്ലോ സത്യം തുറന്നു പറയാൻ. ഏതായാലും കോടതിയിൽ സംഗതി എത്തുമ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിനക്കിത് കൊണ്ട് കോടതിയിൽ കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ ഫെനി ആദ്യം ഇത് കൊടുത്തതും കോടതിയിൽ തന്നെയാണ്. അഭിഭാഷകൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്തിനും അദ്ദേഹത്തിന്റെ ജൂനിയറിനും ഈ തെളിവുകൾ കൈമാറി കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് താനിത് പൊതു ഇടത്തിൽ ഇട്ടതെന്നും ഫെനി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നാളെ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്നു കാണാം.